സിപിഎമ്മിന്റെ വല്യേട്ടൻ മനോഭാവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സിപിഐ നേതൃത്വം. ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ സിപിഐ നിലപാട് തള്ളി ഇടതുമുന്നണി നേതൃത്വം. സിപിഐ നിലപാടുകൾ ബോധ്യപ്പെടുത്താൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ലെന്ന് അണികളുടെ വിമർശനം. ബ്രൂവറി അടക്കമുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകാനുള്ള ഇടതുമുന്നണി തീരുമാനം സിപിഐക്കുള്ളിൽ വൻ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാല ബിൽ, കിഫ്ബി റോഡ് ടോൾ ഇവയിലെല്ലാം സിപിഐ നേതൃത്വം കൈക്കൊണ്ട നിലപാടുകൾ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോ സിപിഐ മന്ത്രിമാർക്കോ കഴിയുന്നില്ലെന്ന ആരോപണമാണ് സിപിഐക്കുള്ളിൽ ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സിപിഎം നേതാക്കളുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കടുംപിടുത്തങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് ബിനോയ് വിശ്വമെന്നാണ് സിപിഐ നേതാക്കൾ തന്നെ ഉയർത്തുന്ന ആരോപണം. സിപിഐ സംസ്ഥാന കൗൺസിൽ കൈക്കൊള്ളുന്ന സുപ്രധാന തീരുമാനങ്ങൾ പോലും ഇടതുമുന്നണി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ലെന്നാണ് അവരുടെ മുഖ്യ വിമർശനം. ഏറ്റവും ഒടുവിൽ എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയത്തിൽ എതിർപ്പുകളെ മറികടന്ന് മുന്നോട്ടു പോകാൻ ഇടതുമുന്നണി തീരുമാനിച്ചത് സിപിഐയുടെ എതിർപ്പ് പരിഗണിക്കാതെയാണ്. കൂടാതെ സ്വകാര്യ സർവകലാശാല ബിൽ, കിഫ്ബി റോഡുകളിലെ ടോൾ തുടങ്ങിയ തീരുമാനങ്ങളിലും കടുത്ത വിയോജിപ്പാണ് സിപിഐ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ സിപിഐക്ക് കൂടി മുഖ്യ പങ്കാളിത്തമുള്ള സർക്കാർ തന്നെ അതെല്ലാം ഒന്നൊഴിയാതെ നടപ്പാക്കുകയുമാണ്. സിപിഐ സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ പോലും ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ലെന്ന രൂക്ഷ വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയരുന്നത്. സിപിഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി എലപ്പുള്ളി ബ്രൂവറി പദ്ധതിക്കെതിരെ കടുത്ത എതിർപ്പുമായി നേരത്തെ തന്നെ രംഗത്തുണ്ടായിരുന്നു. തുടർന്നാണ് വസ്തുതകൾ പരിശോധിച്ചതിന് ശേഷം സംസ്ഥാന നേതൃത്വവും പദ്ധതിയെ എതിർക്കാൻ തീരുമാനിച്ചത്. ആലപ്പുഴയിൽ ചേർന്ന സിപിഐ എക്സിക്യൂട്ടീവ് യോഗം ബ്രൂവറി നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് കൈക്കൊണ്ടത്. ഈ കാര്യം ബിനോയ് വിശ്വം തന്നെ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിലും ബ്രൂവറി നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം ആവർത്തിച്ചത്. എന്നാൽ മുന്നണി യോഗത്തിലാകട്ടെ ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് LDF തീരുമാനിച്ചത്. അവിടെ സിപിഐയുടെ വിയോജിപ്പ് ബോധ്യപ്പെടുത്താൻ പോലും ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞില്ല എന്നാണ് സിപിഐ നേതൃത്വത്തിൽ നിന്നുമുയരുന്ന വികാരം. മാധ്യമങ്ങൾക്ക് മുന്നിൽ മദ്യ വ്യവസായശാലയ്ക്കെതിരെ കർക്കശമായി പറഞ്ഞിരുന്ന ബിനോയ് വിശ്വം മുന്നണി യോഗത്തിലെത്തുമ്പോൾ ഇതെല്ലാം മറന്നു പോവുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തിനാണ് ഈ വിധത്തിൽ ഭയക്കുന്നതെന്നുമാണ് സംസ്ഥാന നേതാക്കൾ തന്നെ ചോദ്യമുയർത്തുന്നത്. സിപിഎം നടത്തുന്നത് വല്യേട്ടൻ മനോഭാവമാണെന്ന ആരോപണം എത്രയോ കാലം മുമ്പേ സിപിഐ ഉയർത്തി വരുന്നതാണ്. എന്നാൽ തങ്ങളുടെ വിയോജിപ്പ് ബോധ്യപ്പെടുത്താനും മുന്നണിക്കുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ആദ്യകാല സംസ്ഥാന സെക്രട്ടറിമാർക്ക് കഴിഞ്ഞിരുന്നു. കാനം രാജേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ കാണിച്ചു തന്ന വഴികൾ ഈ വിധത്തിലായിരുന്നു. എന്നാൽ കാനത്തിന്റെ പിൻഗാമിയായി വന്ന ബിനോയ് വിശ്വം ആകട്ടെ അതെല്ലാം പൂർണ്ണമായും വിസ്മരിക്കുന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. സിപിഐക്കുള്ളിൽ ഉയരുന്ന പ്രതിഷേധം ഈ വിധത്തിലാണ്. സിപിഎം നേതൃത്വത്തിന്റെ ധാർഷ്ട്യ സമീപനങ്ങൾക്ക് മുന്നിൽ പാർട്ടി നിലപാടുകൾ അടിയറ വയ്ക്കുകയാണ് ബിനോയ് വിശ്വം ചെയ്യുന്നതെന്നും മുൻകാല നേതാക്കൾ കൈക്കൊണ്ടിരുന്ന ആദർശങ്ങളെ ബലി കഴിക്കുകയാണ് ബിനോയ് വിശ്വം ചെയ്യുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നത് രൂക്ഷ ഭാഷയിലാണ്. സിപിഐയിൽ ഇപ്പോൾ സമ്മേളനങ്ങളുടെ സമയമാണ്. ബ്രാഞ്ച് തല സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയുമാണ്. ഇവിടങ്ങളിലെല്ലാം പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആരോപണമുനകൾ ഏറെയും ലക്ഷ്യം വെക്കുന്നത് ബിനോയ് വിശ്വത്തിന് നേരെ തന്നെയാണ്. പാർട്ടിയുടെ നയപരിപാടികൾ സിപിഎമ്മിന് മുന്നിൽ അടിയറവ് വയ്ക്കുകയാണെന്നും സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും കീഴടങ്ങുകയാണെന്ന വിമർശനവും ശക്തമായി കത്തിപ്പടരുകയാണ്. പാർട്ടി നേതൃനിരയിലും അണികൾക്കിടയിലും രൂക്ഷമാകുന്ന പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ ബിനോയ് വിശ്വത്തിനോ മറ്റ് മന്ത്രിമാർക്കോ ഇനിയും കഴിയില്ല. കാരണം അത്രമാത്രം രൂക്ഷമായ പ്രതികരണങ്ങളാണ് അടിത്തട്ടിലെ സമ്മേളനങ്ങളിൽ നിന്നുയരുന്നത്. അതുകൊണ്ട് തന്നെ വികാരത്തെ മറികടന്ന് നടപ്പാക്കാൻ ഒരുങ്ങുന്ന ബ്രൂവറി പദ്ധതിയിലടക്കം തങ്ങളുടെ വിയോജിപ്പുകൾ വീണ്ടും ബോധ്യപ്പെടുത്താൻ സിപിഐ നേതൃത്വം നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അണികളുടെ വികാരത്തെ മറികടന്ന് മുന്നോട്ടു പോകാനാവില്ല എന്ന തിരിച്ചറിവ് തന്നെയാണിതിന് അടിസ്ഥാന കാരണം.